എൻ്റെ എല്ലാ കൂട്ടുകാർക്കും MGS മീഡിയയിലേക്ക് അതിയായ സ്വാഗതം. അപ്പോൾ ആരും തെറ്റിദ്ധരിക്കേണ്ട, ഇത് പഴയ ചാനൽ തന്നെയാണ്. ചാനൽ മാറിപ്പോയതൊന്നുമല്ല, നെയിം ഒന്ന് ചേഞ്ച് ചെയ്തതാ. അപ്പോൾ ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. മാമൻ്റെ പേരെന്താ? അബു അയാളോട് ചോദിച്ചു. ഫിലിപ്പോസ്. ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണമായിരുന്നു. പഴയ കാലത്തെക്കുറിച്ചും ആ ജീവിതചര്യകളൊക്കെ കൂടി ഒരു പ്രോജക്റ്റ് ഞാൻ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ചില വീടുകളിൽ നിന്ന് അവരുടെ പഴയ തലമുറയുടെ വിവരങ്ങൾ ശേഖരിക്കുകയാണ് ഞാൻ. അതുകൊണ്ട് ജോണിൻ്റെ കുടുംബത്തിൻ്റെ പഴയ തലമുറയുടെ വിവരങ്ങൾ അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. ഫിലിപ്പോസ് അങ്കിൾക്ക് ഞങ്ങളെ സഹായിക്കാൻ കഴിയുമോ? ഞാൻ എന്താ പറയേണ്ടത്? നിങ്ങൾ ചോദിക്കൂ. അതായത് ഏകദേശം 2 തലമുറ തൊട്ടുള്ള സംഭവങ്ങൾ എനിക്കറിയണമായിരുന്നു. ആ സമയത്ത് ജീവിച്ച ആൾക്കാർ, അവരുടെ മുൻപത്തെ വീട് എവിടെയാണ്, അവരുടെ കൃഷിരീതികൾ. അത് കേട്ടപ്പോൾ ഫിലിപ്പോസിൻ്റെ മുഖം ഒന്ന് മാറി. അയാൾ മുകളിലേക്ക് നോക്കി എന്തോ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. ഞങ്ങളുടെ പഴയ തലമുറക്കാർ ഈ നാട്ടിലെ ജന്മികളായിരുന്നു. നിങ്ങൾക്ക് കാർണിഷ് ഫോറസ്റ്റിനെ കുറിച്ച് അറിയാമല്ലോ. ആ കാട്ടിൽ നിന്ന് കുറച്ച് അകത്തേക്ക് പോകുമ്പോൾ അവിടെ ഒരു ഗ്രാമവും കുറച്ച് മനുഷ്യരും താമസിച്ചിരുന്നു. ഏകദേശം 50 വർഷങ്ങൾക്ക് മുൻപ് ആ ഗ്രാമത്തിലെ സമ്പന്നരായിരുന്നു ഞങ്ങളുടെ കുടുംബം. അപ്പോഴത്തെ ഏറ്റവും വലിയ പണക്കാരനായിരുന്നു ഞങ്ങളുടെ അപ്പാപ്പൻ റൂബൻ. ഒരുപാട് ഏക്കർ ഭൂമിയും വലിയ വീടും അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ എന്തു പറ്റി? അത്യധികം ജിജ്ഞാസയോടെ വേണു ചോദിച്ചു. അദ്ദേഹത്തിന് ഒരു അനിഷ്ട സംഭവമുണ്ടായി. നിങ്ങൾ ചെറുപ്പക്കാർ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ പറയാം. അദ്ദേഹം അത്ര നല്ല മനുഷ്യനായിരുന്നില്ല. ഒരുപാട് ദ്രോഹങ്ങൾ ജനങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേരെ കൊന്നിട്ടുമുണ്ട്. ഞാൻ പണ്ട് കേട്ട ഒരു കാര്യമാണ്, അപ്പാപ്പനൊരു മുഴുവൻ കുടുംബത്തെയും വീട്ടിൽ തീ വെച്ച് കൊന്നു കളഞ്ഞിട്ടുണ്ടെന്ന്. പക്ഷേ അതിനൊക്കെ പ്രതിഫലമായിട്ട് പുള്ളിയെ കൊന്നത് ഒരു മനുഷ്യനായിരുന്നില്ല. അത് എത്രത്തോളം സത്യമെന്ന് എനിക്കിന്നും അറിയില്ല. പണ്ട് പ്രേതവും ഭൂതവും ഒക്കെ ഉണ്ടെന്നല്ലേ പറയുന്നേ. ഏതോ ഒരു ആത്മാവ് അദ്ദേഹത്തെ ജീവനോടെ കുത്തിക്കേറിയെന്നാണ് പറയുന്നത്. അതിനുശേഷവും ഒരുപാട് മരണങ്ങൾ ഈ കുടുംബത്തിൽ സംഭവിച്ചു. ഞാൻ വിഷയത്തിൽ നിന്ന് മാറിയതുപോലെ. നിങ്ങൾക്കറിയേണ്ടത് ആ സമയത്തെ കൃഷിരീതിയെക്കുറിച്ചല്ലേ? അത് പിന്നെ പറഞ്ഞാൽ മതി, നമുക്ക് പിന്നീട് സംസാരിക്കാം. അത് പറഞ്ഞ് വേണുവും അബുവും വീടിൻ്റെ പുറത്തേക്ക് നടന്നു. എടാ, അപ്പോൾ ഇന്നലെ ഫ്രാൻസിസ് പറഞ്ഞത് ശരിയാണ്. അയാൾക്ക് പ്രതികാരം ചെയ്യേണ്ടത് ജോണിൻ്റെ കുടുംബത്തോടാണ്. ഒരു പക്ഷേ ഫിലിപ്പോസ് പറഞ്ഞ റൂബൻ്റെ പുനർജന്മമായി അവർ കരുതുന്നത് ജോണിനെ ആകൂ. എങ്കിൽ അവർ പ്രതികാരം ചെയ്യുന്നത് ജോണിനോടായിരിക്കും. അപ്പോൾ ഫിലിപ്പോസ് വീടിൻ്റെ പ്രധാന വാതിലിൽ നിന്നും ഇറങ്ങി വന്നു. അയാളെ കണ്ടതും വേണുവും അബുവും ഒഴിഞ്ഞു മാറി. ദാ, ആ കിളവൻ നമ്മുടെ അടുത്തേക്കാണല്ലോ വീണ്ടും വരുന്നത്. എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കണം. അവർ ഫിലിപ്പോസിനെ കണ്ടപ്പോൾ പതിയെ മാറി നടന്നു. പക്ഷേ അയാൾ അവരെ അടുത്തേക്ക് വിളിച്ചു. പിള്ളേരെ, നിങ്ങൾ ഈ ചോദിച്ച കാര്യം മറ്റൊരാൾ എന്നോട് ഇന്ന് രാവിലെ ചോദിച്ചിരുന്നു. അപ്പോൾ അവർ പെട്ടെന്ന് നിന്നു. അവർ ഫിലിപ്പോസിൻ്റെ അടുത്തേക്ക് ചെന്നു. ആരാ ചോദിച്ചത്? അതൊരു പുരോഹിതനായിരുന്നു. ഇന്ന് രാവിലെ വീട്ടിൽ വന്നിരുന്നു. ഞങ്ങളുടെ കുടുംബത്തെക്കുറിച്ചൊക്കെ അന്വേഷിച്ചു. പക്ഷേ ഞങ്ങളുടെ പള്ളിയിലെ അച്ഛനല്ല, ഇവിടൊന്നും കണ്ടിട്ടുമില്ല. ഒരു നീണ്ട വെള്ളത്താടിയുള്ള മനുഷ്യനാണോ? അത് പറഞ്ഞപ്പോൾ വേണു അവനെ തടഞ്ഞു. അതെ, അയാൾ തന്നെ. നിങ്ങൾക്കറിയോ അയാളെ? ഹേ, ഞങ്ങൾക്കറിയില്ല. ചില പുരോഹിതന്മാർ അങ്ങനെയാണല്ലോ. അതാ അവൻ ചോദിച്ചേ. അത് പറഞ്ഞ ശേഷം ഫിലിപ്പോസ് അകത്തേക്ക് പോയി. എടാ, നീ എന്താ എല്ലാം കൊളവാക്കോ? വേണു ചോദിച്ചു. എടാ, അത് വീരനായിരിക്കില്ലേ? അതെനിക്ക് മനസ്സിലായി. പക്ഷേ ഇത് മറ്റുള്ളവരെ കൂടെ അറിയിക്കേണ്ട ആവശ്യമുണ്ടോ? അതും ശരിയാ. എടാ, ദേ ജോൺ വരുന്നു. വേണു തിരിഞ്ഞു നോക്കിയപ്പോൾ ജോൺ അവൻ്റെ അച്ഛൻ്റെ കൂടെ വീടിൻ്റെ ഗേറ്റ് തുറന്ന് അകത്തേക്ക് വരുന്നു. നിങ്ങളെന്താ ഇവിടെ നിൽക്കുന്നേ? വാടാ, അകത്തേക്ക് പോകാം. നീ കണ്ടില്ലേ, ചിക്കനൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് പൊളിക്കാം. അത് കേട്ടവർ ചിരിച്ചു. ജോണിൻ്റെ കൂടെ അവർ 2 പേരും വീടിൻ്റെ അകത്തേക്ക് പോയി. അപ്പോൾ ഫിലിപ്പോസ് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഞാൻ ഫിലിപ്പോസ് അങ്കിളിനെ പരിചയപ്പെടുത്തിയില്ലല്ലോ. ഞങ്ങൾ എപ്പോഴേ പരിചയപ്പെട്ടു. നമ്മളുടെ കുടുംബത്തിലെ പഴയ കഥകളൊക്കെ ഞാൻ ഇവർക്ക് പറഞ്ഞു കൊടുത്തു. റൂബൻ പാപ്പൻ്റെ കാര്യമൊക്കെ ഞങ്ങൾ സംസാരിച്ചു. ആ പേര് കേട്ടതും ജോൺ വല്ലാതെയായി. അവൻ വീണ്ടും വിയർക്കാൻ തുടങ്ങി. അബുവും വേണുവും അത് ശ്രദ്ധിച്ചു. അവർ അവനെ താങ്ങി നിർത്തി. എങ്കിൽ ശരി, ഞങ്ങളിനി ജോണിൻ്റെ മുറിയിലേക്ക് പോട്ടെ. കുറച്ച് പരിപാടി ചെയ്യാനുണ്ട്. ഫിലിപ്പോസ് അങ്കിൾ ഈ കഥ ഇനി കാണുന്ന ആരോടെങ്കിലും പറഞ്ഞോളൂ. അവർ ജോണിനെ കൊണ്ട് അവൻ്റെ മുറിയിലേക്ക് നടന്നു. ജോൺ വീണ്ടും തളർന്നു കഴിഞ്ഞു. ആ മുറിയിൽ മറ്റൊരാൾ കൂടെ ഉണ്ടെന്ന് തോന്നൽ അവർക്കുണ്ടായി. ജോൺ പതിയെ ഉറക്കത്തിലേക്ക് വീണു. അവർ 2 പേരും ആ സമയം ബൈക്കെടുത്ത് പുറത്തേക്ക് കുതിച്ചു.
കുറേ സമയം കഴിഞ്ഞപ്പോൾ ബൈക്ക് കാർണിഷ് ഫോറസ്റ്റ് എന്ന ബോർഡ് വെച്ചിരുന്ന റോഡിലൂടെ കുതിച്ചു പാഞ്ഞു. കാട്ടിലെത്തി ബൈക്ക് സുരക്ഷിതമായി വെച്ച ശേഷം അവർ തിടുക്കത്തിൽ നടക്കാൻ തുടങ്ങി. അല്പസമയങ്ങൾക്ക് ശേഷം അവർ ആ വീടിൻ്റെ മുൻപിലെത്തി. വീടിൻ്റെ ചുറ്റും നോക്കി. എന്നെ അന്വേഷിച്ചുള്ള വരവാണോ? ഒരു ശബ്ദം എവിടെ നിന്നോ കേട്ട പോലെ തോന്നി. അവർ ചുറ്റിനു നോക്കി. ആരെയും കണ്ടില്ല. ഉടൻ അവരുടെ മുൻപിൽ വീരൻ പ്രത്യക്ഷപ്പെട്ടു. അയാൾ ഒരു പുരോഹിതന്റെ വസ്ത്രം ധരിച്ചിരിക്കുന്നു. ഫിലിപ്പോസിനോട് സംസാരിച്ചത് വീരനാണെന്ന് അവർ ഉറപ്പിച്ചു. നിങ്ങൾ എന്താ ഇന്നലെ ഒന്നും പറയാതെ അവിടെ നിന്ന് പോയത്? വേണു ചോദിച്ചു. ഇത്ര പെട്ടെന്ന് എങ്ങനെ ജോണിന്റെ വീട് കണ്ടുപിടിച്ചു? ഒരുപാട് ചോദ്യങ്ങൾ, ഒരു ഒറ്റ ഉത്തരം. നിങ്ങളുടെ കൂട്ടുകാരൻ്റെ ജീവൻ അപകടത്തിലാണ്. അത് കേട്ടപാടെ അവർ രണ്ടുപേരും ശ്വാസം അടക്കി പിടിച്ചു നിന്നു. അവൻ്റെ വീട് കണ്ടുപിടിക്കാൻ എനിക്ക് അധിക സമയമൊന്നും വേണ്ടി വന്നില്ല. നിങ്ങൾക്ക് മുൻപേ ഈ നാടിനെയും നാട്ടുകാരെയും കാണാൻ തുടങ്ങിയവനെ ഞാൻ. പക്ഷേ അവർക്കാർക്കും എന്നെ അറിയില്ല. ഫ്രാൻസിസിന് ജോണിന്റെ ദേഹത്ത് എപ്പോൾ വേണമെങ്കിലും കയറാം. അവനെ വേണമെങ്കിൽ കൊല്ലാം. പക്ഷേ ഫ്രാൻസിസ് ഇപ്പോൾ ചിന്തിക്കുന്നത് അവൻ്റെ കുടുംബത്തെ ആ ചിത്രത്തിൽ നിന്ന് മോചിപ്പിക്കാനാണ്. അത് ജോണിനെ ഉപയോഗിച്ച് അവൻ നടത്തും. എന്നിട്ട് ജോണിനെ കൊല്ലുകയും ചെയ്യും. അയ്യോ, അങ്ങനെയാണെങ്കിൽ ജോൺ ഇപ്പോൾ ഒറ്റയ്ക്കാണ്. അവൻ എൻ്റെ വീട്ടിൽ പോയി ആ ചിത്രത്തിലെ രക്ഷകൾ പൊട്ടിച്ചാലോ? അതേസമയം ജോണിന്റെ വീട്ടിൽ ജോൺ ഉറക്കത്തിൽ നിന്നും ചാടി എണീറ്റു. അവൻ്റെ മുഖത്ത് പൈശാചികമായ ഒരു ചിരി നിഴലിച്ചു. അവൻ സ്വന്തം കാലിലേക്ക് നോക്കി. അത് വൈകല്യമുള്ളതായി മാറിയിരിക്കുന്നു. അവൻ മുടന്തി നടക്കാൻ തുടങ്ങി. പെട്ടെന്ന് മുറിയിലേക്ക് ആരോ കയറി വന്നു. അത് ജോണിന്റെ അമ്മയായിരുന്നു. പക്ഷേ അവർ നോക്കിയപ്പോൾ ആ മുറിയിൽ ആരും തന്നെ ഇല്ലായിരുന്നു. ഷെടാ, ഈ പിള്ളേർ മൂന്നും ഇതെവിടെ പോയി? ജോണിനെ കാണുന്നില്ലല്ലോ. ജോൺ ഞൊടിയിടയിൽ വേണുവിൻ്റെ വീടിന് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. അവൻ അടുക്കളയിൽ നോക്കിയപ്പോൾ വേണുവിൻ്റെ അമ്മ പാചകം ചെയ്യുകയായിരുന്നു. ജോൺ മുടന്തി മുകളിലേക്കുള്ള പടികൾ കയറി. ഇല്ല, അവനതിന് കഴിയില്ല. ഇന്നലെ രാത്രി നിങ്ങൾ ഉറങ്ങിക്കിടന്ന സമയത്ത് വേണുവിൻ്റെ വീട്ടിൽ വന്നിരുന്നു. മുകളിലെ ആ മുറി ചില മന്ത്രച്ചരടുകൾ ഉപയോഗിച്ച് ബന്ധിച്ചു. അവന് ജോണിനെ ഉപയോഗിച്ച് ഇനി അതിനുള്ളിൽ കയറാൻ സാധിക്കില്ല. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രം. ഞാൻ തരുന്ന ഈ ചരട് ജോണിന് നൽകുക. അവനെ ധരിക്കാൻ പറയുക. അത് ധരിച്ചാൽ ഫ്രാൻസിസിന് അവൻ്റെ ശരീരത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. ഒരു ചരട് വീരൻ അവരെ ഏൽപ്പിച്ചു. എന്താ അവന് മാത്രം ചരട് കൊടുക്കുന്നത്? ഞങ്ങൾക്കില്ലേ? ചിലപ്പോൾ ഫ്രാൻസിസ് ഞങ്ങളുടെ ദേഹത്ത് കയറിയാലോ? കഴിയില്ല. അവരെ വീട്ടിൽ നിന്ന് മോചിപ്പിച്ച ആളുടെ ദേഹത്ത് മാത്രമേ അവർക്ക് കയറാൻ സാധിക്കൂ. അന്ന് രാത്രി ജോണല്ലേ ഈ വീട്ടിൽ വന്ന് ആ ചിത്രം മോഷ്ടിച്ചു കൊണ്ടുപോയത്? ശരിയാ. എങ്കിൽ ഞങ്ങൾ ഇത് ജോണിന്റെ കയ്യിൽ കിട്ടാം. വേഗം അവൻ്റെ വീട്ടിലേക്ക് പോകാം. എന്തിനാ അവൻ്റെ വീട്ടിലേക്ക് പോകുന്നത്? നേരെ നിന്റെ വീട്ടിൽ പോകൂ. ആ മുറിയുടെ വാതിലിൽ ജോൺ ബോധമില്ലാതെ കിടക്കുന്നുണ്ടാകും. ഇനി ആ മുറി തുറക്കാൻ കഴിയില്ല എന്നറിഞ്ഞപ്പോൾ ഫ്രാൻസിസ് അവനെ ഉപേക്ഷിച്ച് കാണും. ഇതൊക്കെ അറിയാൻ പറ്റുമെങ്കിൽ ഇത്ര കഴിവുണ്ടായിട്ടും എന്തുകൊണ്ട് നിങ്ങൾക്ക് അവരെ ബന്ധിക്കാൻ കഴിയുന്നില്ല? എനിക്കതാണ് മനസ്സിലാകാത്തത്, വേണു പറഞ്ഞു. അവരെ ബന്ധിക്കണമെങ്കിൽ ഒരിക്കൽ കൂടി ആ ചിത്രം വരയ്ക്കേണ്ടി വരും. അതിന് സാക്ഷാൽ കാർണിഷ് തന്നെ വരേണ്ടി വരും. അതുകൊണ്ട് അത് നടക്കില്ല. എന്തിന് കാർണിഷ്? അയാളുടെ തലമുറയിലെ ആർക്കും അതിന് കഴിയില്ലേ? അയാളുടെ മക്കൾ, പേരക്കുട്ടികൾ അങ്ങനെ ആരുമില്ലേ? അദ്ദേഹത്തിനൊരു മകളുണ്ടായിരുന്നു. അവർക്കും ഈ വീട്ടിൽ താമസിച്ചപ്പോൾ ദുർമരണം സംഭവിച്ചു. പിന്നെ ഒരു പേരക്കുട്ടി ഉണ്ടായിരുന്നു. അവനിപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അയാളെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റിയെങ്കിൽ, അബു പറഞ്ഞു. ഓ പിന്നെ, നിന്റെ മടിയിൽ കൊണ്ട് വയ്ക്കുക അയാളെപ്പോൾ. ഒരു വിവരമില്ലാതെ ഒരാളെ എങ്ങനെ കണ്ടുപിടിക്കാനാ? ഒന്നുകിൽ അയാളും കാർണിഷിനെ പോലെ ഒരു ചിത്രകാരനാണെങ്കിലോ? ഏത്? നമ്മളെന്ന് കന്യാകുമാരിയിൽ വെച്ച് പറ്റിച്ച ചിത്രകാരനോ? നിങ്ങൾ ആരെക്കുറിച്ചാ ഈ സംസാരിക്കുന്നത്? അതൊരു വലിയ കഥയാ. ഒരിക്കൽ കന്യാകുമാരി ട്രിപ്പ് പോയപ്പോൾ ഒരു പടം വരപ്പുകാരനെ കാശ് കൊടുക്കാതെ ഞങ്ങൾ പറ്റിച്ചു. ഒരു കട്ടപ്പുരികമുള്ള മനുഷ്യൻ. അന്ന് അയാളെ കൂടെ നിർത്തി ഞങ്ങളൊരു ഫോട്ടോ എടുത്തു. അബു ആ ഫോട്ടോ വീരന് കാണിച്ചു കൊടുത്തു. എന്നാൽ ഫോട്ടോയിലെ ആളെ കണ്ടപ്പോൾ വീരൻ അത്ഭുതത്തോടെ നോക്കി നിന്നു. ഇയാളിപ്പോൾ എവിടെയുണ്ട്? പതിയെ വീരന്റെ മുഖത്ത് ഒരു ചെറിയ മന്ദഹാസം നിറഞ്ഞു വന്നു. ഇയാൾ കാർണിഷിന്റെ തലമുറയിലുള്ളതാണോ? അറിയില്ല. പക്ഷെ ഇയാൾക്ക് കാർണിഷിന്റെ അതേ ചായയുണ്ട്. എൻ്റെ കയ്യിൽ കാർണിഷിന്റെ ഒരു ചിത്രമുണ്ട്. പണ്ട് മറ്റാരോ വരച്ചതാകാം. ഇയാൾക്കും അതേ മുഖം. നമുക്ക് ഇയാളെ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. കാര്യങ്ങളൊക്കെ ശരിയായി നടന്നാൽ ഉടനെ തന്നെ നമുക്ക് ആ കുടുംബത്തെ ബന്ധിക്കാം. എങ്കിൽ നമുക്ക് ഉടൻ തന്നെ കന്യാകുമാരിയിലേക്ക് തിരിക്കാം. ഞാൻ കാറെടുക്കാം. നിങ്ങൾ ഉടനെ റെഡിയാകൂ. വരട്ടെ. ആദ്യം നിങ്ങളുടെ കൂട്ടുകാരനെ സുരക്ഷിതമായി വീട്ടിലെത്തിക്കൂ. അവനിപ്പോൾ വേണുവിൻ്റെ വീട്ടിൽ മയങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ വേണുവിനൊരു ഫോൺ കോൾ വന്നു. അതവൻ്റെ അമ്മയായിരുന്നു. അവൻ അബുവിനെയും വീരനെയും ഒന്ന് നോക്കി. അതിനുശേഷം ഫോണെടുത്തു. എടാ, ജോൺ ഇവിടെ മുകളിലത്തെ മുറിയുടെ വാതിൽ മുൻപിൽ കിടന്നുറങ്ങിയാണല്ലോ.
നിങ്ങൾ ഒരുമിച്ചല്ലേ ഇവിടുന്ന് ഇറങ്ങിയത്? ആണോ അമ്മേ, ഞാൻ അവനെ ഒരു സാധനം എടുക്കാൻ വീട്ടിലേക്ക് അയച്ചതാ. എന്താ പറ്റിയതെന്ന് എനിക്കറിയില്ല. ഞങ്ങളിപ്പോൾ അവിടെ എത്തും. ഫോൺ വെച്ച ശേഷം വേണു അബുവിനെ നോക്കി ഒരു കണ്ണിറുക്കി കാണിച്ചു. എടാ, വേഗം വീട്ടിലെത്തണം. അമ്മയ്ക്ക് ഒരു സംശയവും ഉണ്ടാകാതെ നോക്കണം. വീരൻ, നിങ്ങൾ യാത്രയ്ക്ക് തയ്യാറായി നിൽക്കൂ. എടാ, പുള്ളിക്ക് അവിടം വരെ വരാൻ എന്തിനാ കാർ? ഇവിടുന്ന് മാഞ്ഞു പോയി അവിടെ പ്രത്യക്ഷപ്പെട്ടാൽ പോരെ? അബു പതിയെ വേണുവിനോട് ചോദിച്ചു. ഇങ്ങനെ കന്യാകുമാരിയിൽ കപ്പലണ്ടി തൊലിക്കാൻ വരുന്നതല്ലല്ലോ, മറ്റേ ആളെ കണ്ടുപിടിക്കാനല്ലേ അവൻ്റെ ഒടുക്കത്തെ സംശയം. അതിനുശേഷം അവർ പിരിഞ്ഞു. വേണു നേരെ തൻ്റെ വീട്ടിലേക്ക് എത്തി. ഹാളിലെ സോഫയിൽ ജോൺ ഇരിക്കുന്നു. അടുത്തായി വേണുവിൻ്റെ അമ്മയും. ജോണിൻ്റെ കയ്യിൽ ഒരു കപ്പ് ചായ ഉണ്ട്. വേണുവിനെ കണ്ടതും അവൻ്റെ അമ്മ ഓടിയടുത്തെത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞു. എൻ്റെ ഫോണിൻ്റെ ചാർജർ എടുക്കാൻ ഞാൻ മറന്നു. മറ്റൊരു ആവശ്യമുള്ളതുകൊണ്ടാണ് ഞാൻ ഇവനെ ഇവിടേക്ക് അയച്ചത്. പക്ഷേ ഇവൻ ഇവിടെ കിടന്നുറങ്ങുമെന്ന് ഞാൻ കരുതിയോ? അല്ലേടാ അബു? അത് കേട്ട് ജോൺ വേണുവിനെ സംശയത്തോടെ നോക്കി. അതുപോലെ ജോൺ അമ്മയോട് എന്ത് കള്ളമാണ് പറഞ്ഞതെന്നോർത്ത് വേണു ആശങ്കപ്പെട്ടു. പക്ഷേ ഇവൻ പറയുന്നത് നീ ഫോൺ എടുക്കാൻ മറന്നു, അതെടുക്കാൻ മുകളിലേക്ക് പോയപ്പോൾ തലച്ചുറ്റി വീണെന്നാണല്ലോ. വേണുവിൻ്റെ അമ്മ സംശയത്തോടെ ചോദിച്ചു. വേണു അത് കേട്ടെന്ന് പരിങ്ങി. എടാ ജോണേ, തലച്ചുറ്റി വീണപ്പോൾ നിനക്ക് എവിടെയെങ്കിലും ഇടി കിട്ടിയോ? അല്ല, നീ എന്താ ഇങ്ങനെ മാറ്റി പറയുന്നേ? ജോൺ അതൊക്കെ കേട്ടിട്ട് ഒന്നും മിണ്ടുന്നില്ല. അവൻ്റെ സുഹൃത്തുക്കൾ അവനിൽ നിന്നും എന്തോ ഒളിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. ദൂരെ ഒരിടത്ത് അവർ 3 പേരും അടുത്തടുത്തായി നിൽക്കുന്നു. ഒന്നും മിണ്ടുന്നില്ല. എടാ, ശരിക്കും എന്താണ് സംഭവിച്ചത്? എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ വീട്ടിൽ അച്ഛൻ്റെ കൂടെ മാർക്കറ്റിൽ നിന്ന് വന്നതായിരുന്നു. പെട്ടെന്ന് എനിക്ക് ശരീരം തളരുന്നത് പോലെ തോന്നി. ഉറക്കത്തിലായെന്ന് തോന്നുന്നു. പക്ഷേ കണ്ണു തുറന്നു നോക്കിയപ്പോൾ നിന്റെ വീട്ടിൽ ആ പിശാചുക്കൾ താമസിക്കുന്ന മുറിയുടെ മുൻപിൽ ബോധമില്ലാതെ കിടക്കുന്നു. പറയ്, എനിക്ക് എന്താ സംഭവിച്ചത്? ഇത് കേട്ട് ആദ്യം ഒന്ന് മടിച്ചെങ്കിലും അവർക്ക് മുൻപിൽ വേറെ വഴികളൊന്നും കണ്ടില്ല. വേണു എല്ലാം ജോണിനോട് തുറന്നു പറഞ്ഞു. തൻ്റെ ഉള്ളിൽ ഫ്രാൻസിസ് കയറിയതും ഫ്രാൻസിസിൻ്റെയും കുടുംബത്തിൻ്റെയും ലക്ഷ്യം താൻ തന്നെയാണെന്നും അറിഞ്ഞപ്പോൾ ജോൺ ആദ്യമൊന്ന് ഭയന്നു. പക്ഷേ അവനിൽ ഒരു ധൈര്യം കടന്നു വരാൻ തുടങ്ങി. വേണു ഒരു ചരട് ജോണിൻ്റെ നേരെ നീട്ടി. അത് വീരൻ അവന് കൊടുത്തതായിരുന്നു. ഇത് വീരൻ നിനക്ക് തരാനായി ഞങ്ങൾ ഏൽപ്പിച്ചതാണ്. ഇത് ധരിച്ചാൽ പിന്നെ ഫ്രാൻസിസിന് നിന്റെ ശരീരത്തിൽ കടക്കാൻ സാധിക്കില്ല. നീ ഇത് വേഗം നിന്റെ കഴുത്തിൽ മാല പോലെ ചുറ്റിക്കിട്ടു. ജോൺ ആ ചരട് വാങ്ങി മാല പോലെ കഴുത്തിലിട്ടു. അവന് ആ സമയം ചെറിയ രീതിയിൽ തളർച്ച പോലെ വന്നു. വേണുവും അബുവും അവനെ താങ്ങി പിടിച്ചു. അല്പനേരം കഴിഞ്ഞപ്പോൾ ജോണിന് ഒരു ഉന്മേഷമൊക്കെ വന്നു തുടങ്ങി. ഇനി എന്താ നമ്മളുടെ പ്ലാൻ? ജോൺ ചോദിച്ചു. കുറച്ച് സമയത്തിനു ശേഷം അവർ 3 പേരും കാർണിഷ് ഫോറസ്റ്റിലേക്ക് കാറിൽ പാഞ്ഞു പോവുകയായിരുന്നു. അപ്പോൾ ദൂരെ വീരൻ നിൽക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. കാർ വീരൻ നിന്നിടത്തേക്ക് വന്നു നിന്നു. അയാളുടെ കയ്യിൽ ചെറിയൊരു ഫാണ്ടക്കെട്ടുണ്ടായിരുന്നു. വൈകാതെ വീരൻ കാറിൽ കയറി. അവർ കന്യാകുമാരിയിലേക്കുള്ള യാത്ര തുടങ്ങി. അങ്ങനെ നീണ്ട യാത്രയ്ക്കൊടുവിൽ അവർ കന്യാകുമാരിയിലെത്തി. സൂര്യൻ അസ്തമിക്കാൻ തയ്യാറായി നിൽക്കുന്നു. കടപ്പുറത്ത് അവിടെ ഇവിടെയൊക്കെയായി ചില വഴിക്കച്ചവടം നടത്തുന്നവരെ കാണാം. അവർ 4 പേരും അങ്ങുമിങ്ങും നോക്കി നിൽപ്പാണ്. നാശം, അയാൾ ഇനി എവിടെ ചെന്ന് കണ്ടുപിടിക്കും? ഇത്രയും വലിയ കടപ്പുറത്ത് എങ്ങനെ കാണാനാ? അത് ശരിയാ, പക്ഷേ നമ്മൾ അയാളെ എന്ന് കണ്ടത് ഇവിടെ വെച്ചായിരുന്നല്ലോ. ഇതിപ്പോ ആരോടാ ഒന്ന് ചോദിക്കുക? അതിന് വഴിയുണ്ട്. നിങ്ങൾ അന്ന് അയാളുടെ കൂടെ നിന്നെടുത്ത ഫോട്ടോ എവിടെ? വീരൻ പറഞ്ഞു. അബു ആ ഫോൺ വീരനെ ഏൽപ്പിച്ചു. അവിടെ കളിപ്പാട്ടങ്ങൾ വിൽക്കുന്ന ഒരാളുടെ അടുത്തേക്ക് വീരൻ ചെന്നു. എന്തൊക്കെയോ സംസാരിച്ചു. അത് കഴിഞ്ഞ് തിരിച്ചവരുടെ അടുത്തേക്ക് വന്നു. എന്തായി? എന്തെങ്കിലും തുമ്പ് കിട്ടിയോ? അബു ചോദിച്ചു. ഇയാളുടെ പേര് സെൽവൻ. ഇന്ന് പടം വരയ്ക്കാൻ വന്നിട്ടില്ല എന്ന്. എന്നിട്ട് അയാൾ എവിടെ? ആളുകളുടെ ചിത്രം വരയ്ക്കാത്ത ദിവസങ്ങളിൽ അയാൾ അല്പം ഇരുട്ടിയ ശേഷം ഇവിടെ വന്നിരിക്കാറുണ്ട്. നമുക്ക് അയാൾക്ക് വേണ്ടി കാത്തിരിക്കാം. അവർ 4 പേരും അവിടെ നിന്ന് കുറച്ച് ദൂരേക്ക് മാറി നിന്നു. വീരൻ തൻ്റെ മനസ്സിൽ ചില കണക്കുകൂട്ടലുകൾ നടത്തിക്കൊണ്ടിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അവിടേക്ക് നോക്കുന്നുണ്ട്. അബുവും കൂട്ടരും ചില വർത്തമാനങ്ങളിൽ ഏർപ്പെട്ടു. ഐസ്ക്രീം വാങ്ങി കഴിച്ചു. സൂര്യൻ അപ്പോഴേക്കും അസ്തമിച്ചു കഴിഞ്ഞിരുന്നു. ഒട്ടുമിക്ക കച്ചവടക്കാരും കടപ്പുറത്ത് നിന്ന് പോകാൻ തുടങ്ങി. തെരുവുനായ്ക്കൾ ആളുകൾ കഴിച്ചിട്ട് ഉപേക്ഷിച്ചു പോയ ഭക്ഷണ പൊതികളിൽ നിന്നും എന്തെങ്കിലും കിട്ടുമെന്ന് അന്വേഷിക്കുകയാണ്. അപ്പോൾ ഒരു സിഗരറ്റ് കത്തിച്ചുകൊണ്ട് ഒരാൾ അവിടേക്ക് നടന്നു വരുന്നു. ആദ്യ നോട്ടത്തിൽ തന്നെ വീരൻ അയാളെ ശ്രദ്ധിച്ചു. അയാൾ ഒരു ചെറിയ പാറയുടെ മേൽ കയറിയിരുന്നു. കയ്യിൽ ഒരു ചെറിയ മദ്യക്കുപ്പിയുണ്ട്. വീരൻ വേണുവിനെയും അബുവിനെയും ജോണിനെയും വിളിച്ചു. തൻ്റെ പുറകെ നടക്കാൻ പറഞ്ഞു. അവർ അയാളെ ലക്ഷ്യം വെച്ച് നടന്നു. സിഗരറ്റ് വലിക്കുന്നതിൻ്റെ ഇടയിൽ അയാൾ മദ്യവും അകത്താക്കുന്നുണ്ട്. അവർ അയാളുടെ അടുത്തെത്തി. ഞങ്ങളുടെ ഒരു ചിത്രം വരച്ചു തരാമോ? വീരൻ തമാശയോടെ അയാളോട് ചോദിച്ചു. അത് കേട്ട് തിരിഞ്ഞു നോക്കിയെങ്കിലും അയാൾ മറുപടിയൊന്നും കൊടുത്തില്ല.
വീണ്ടും പുകവലി തുടർന്നു. അപ്പോൾ അബു മുന്നോട്ട് വന്നു. ചേട്ടാ, അന്ന് 3 പയ്യന്മാർ ചേട്ടനെ പൊട്ടനാക്കി ചിത്രം വരപ്പിച്ച് കടന്നു കളഞ്ഞില്ലേ? അത് ഞങ്ങൾ 3 പേരുമാണ്. അത് കേട്ടയാൾ തിരിഞ്ഞ് അവരെ നോക്കി. അബു ചിരിച്ചുകൊണ്ട് നിന്നു. അയാൾ അവന്റെ നേരെ കൈനീട്ടി. കാശ് ചോദിക്കുന്നതാണെന്ന് അവർക്ക് മനസ്സിലായി. അവൻ ഒരു 200 രൂപ അയാളുടെ കയ്യിൽ വെച്ച് കൊടുത്തു. അയാൾ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും ഇറങ്ങി നടക്കാൻ തുടങ്ങി. കാർണിഷ്, വീരൻ അയാളെ അലറി വിളിച്ചു. ആ ശബ്ദം കേട്ടപ്പോൾ അയാൾ മദ്യത്തിന്റെ ലഹരിയിൽ നിന്ന് പുറത്തു വന്നു. ഓടി വീരന്റെ അടുത്തെത്തി ചോദിച്ചു, ഈ പേര് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നീ ആരാണ് എന്താണ് എന്നൊക്കെ എനിക്ക് നന്നായി അറിയാം. ഒരു വലിയ കലാകാരന്റെ തലമുറയിൽപ്പെട്ട നീ ഇവിടെ ഒരു ഭിക്ഷക്കാരനെ പോലെ ജീവിക്കുന്ന എന്തിന്? വലിയ കലാകാരൻ, പുച്ഛത്തോടെ അയാൾ പറഞ്ഞു. എന്റെ മുതുമുത്തച്ഛൻ ഒരു വലിയ ചിത്രകാരനും മന്ത്രവാദിയും ഒക്കെയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എല്ലാത്തിനും ഒടുക്കം അയാൾക്ക് ചത്തൊടുങ്ങേണ്ടി വന്നില്ലേ? കുടുംബത്തിന് വേണ്ടി അയാൾ എന്ത് ചെയ്തു? അന്ന് ആ സംഭവത്തിന് ശേഷം ഞങ്ങൾക്ക് വീടില്ലാതെയായി. നാട്ടിൽ നിന്നപ്പോൾ മുഴുപട്ടിണി. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ എന്റെ അച്ഛനും അവരെ പോലെ ഉത്തരവാദിത്തമില്ലാതെ നടന്ന് കുടുംബം നശിപ്പിച്ചു. ഇനി ഞാനായിട്ട് എന്തിനാ നന്നാവുന്നത്? അതുകൊണ്ട് ഞാനും കുടിച്ചു ചാകും. അങ്ങനെ പറയരുത് മോനെ. ചില കാര്യങ്ങൾ കൊണ്ട് ജീവിതം നമ്മൾ വിചാരിക്കുന്ന പോലെ മുന്നോട്ട് പോകണമെന്നില്ല. എല്ലാം വിധി. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ നിനക്ക് ചെയ്യാൻ ഇനിയും ഒരു കാര്യം ബാക്കിയുണ്ട്. ദൈവം നിന്നെ അതിനുവേണ്ടി നിയോഗിച്ചതുപോലെ എനിക്ക് തോന്നുന്നു. ഇവരെ കണ്ടോ? പണ്ട് നിന്റെ മുത്തച്ഛന് സംഭവിച്ച ആ ദുരന്തത്തിന്റെ ബാക്കി ഇവരിലൂടെ വീണ്ടും തിരിച്ചു വരാൻ പോകുന്നു. അത് പറഞ്ഞ ശേഷം വീരൻ നടന്ന കാര്യങ്ങളൊക്കെ കാർണിഷിന് വിവരിച്ചു കൊടുത്തു. അയാൾ ശ്രദ്ധയോടെ കേട്ടിരുന്നു. ഇനി ആ ആത്മാക്കളെ ബന്ധിക്കാൻ നിന്റെ സഹായം വേണം. നിന്റെ കൈകൊണ്ട് വരയ്ക്കുന്ന ഒരു പുതിയ ചിത്രത്തിലെ അവരെ ബന്ധിക്കാൻ കഴിയൂ. ബാക്കിയെല്ലാം ഞാൻ ഏറ്റു. ഇതൊക്കെ കേട്ട് കാർണിഷ് എന്തോ ആലോചിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. എനിക്ക് സമ്മതമാണ്, ഞാൻ വരാം. പക്ഷേ അതിനുശേഷം എന്നെ എൻ്റെ വഴിക്ക് വിടണം. എനിക്ക് പൊതുവെ ഈ ആത്മാവിലും പിശാചിലുമൊന്നും ഒരു വിശ്വാസവുമില്ല. എന്നാലും നിങ്ങളുടെ അന്ധവിശ്വാസത്തിൽ നിങ്ങൾ എന്തൊക്കെയോ കഥകൾ പറഞ്ഞു. ഞാൻ കേട്ടിരുന്നു. ഒരു ചിത്രം വരയ്ക്കാൻ വരുന്നു, അത്ര തന്നെ. എനിക്കുള്ള കൂലി നിങ്ങൾ തന്നെ തരണം. അവർ സമ്മതം പറഞ്ഞു. വൈകാതെ കുറച്ച് സാധനങ്ങളുമായി കാർണിഷിനെ കാറിൽ കയറ്റി. അവർ യാത്ര തിരിച്ചു. അതേസമയം വേണുവിന്റെ വീട്ടിലെ മുകളിലത്തെ മുറി, അതിൽ ആ ചിത്രത്തിൽ നിന്ന് പെട്ടെന്ന് അച്ഛൻ്റെ രൂപം മാഞ്ഞുപോയി. വേണു കാർ നല്ല വേഗത്തിൽ ഓടിക്കുകയായിരുന്നു. 2 വശത്തും വിജനമായ സ്ഥലം. എന്നാലും നിങ്ങൾ ഈ കാലത്തും പ്രേതത്തിന്റെ പിശാചിനെ കഥകളൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ, കാർണിഷ് പറഞ്ഞു. അത് കേട്ട് അവർ 4 പേരും ഒന്നും മിണ്ടിയില്ല. നിങ്ങളൊന്ന് പുറത്തോട്ട് നോക്കിയേ. ഈ സ്ഥലം കണ്ടോ? കാണുമ്പോൾ ശരിക്കും ഇവിടെ എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നും. പക്ഷേ ഒരുപാട് നാൾ ഞാൻ ഇതുപോലുള്ള സ്ഥലത്ത് രാത്രി ഒറ്റയ്ക്ക് കിടന്നുറങ്ങിയിട്ടുണ്ട്. പ്രേതത്തിന് എന്നെ കൊല്ലണമെങ്കിൽ അത് എപ്പോഴേ ആകാമായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ കഥയിൽ ശരിക്കും പ്രേതമുണ്ടെങ്കിൽ ഈ സ്ഥലത്ത് വെച്ച് കാർ ബ്രേക്ക് ഡൗൺ ആയി നമ്മളെ ഇവിടെ തനിച്ചാക്കി ഉപദ്രവിക്കാമല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ പ്രേതമില്ല. കാർണിഷ് അത് പറഞ്ഞു തീരും മുന്നേ പെട്ടെന്ന് കാറിന്റെ വേഗത തനിയെ കുറഞ്ഞു. അത് റോഡിൽ ഓഫായി നിന്നു. ഏകാന്തമായ ആ റോഡിൽ അവർ ഇപ്പോൾ 5 പേര് മാത്രം. ഇരുവശത്തും കൂടുതൽ ഇരുട്ടിലേക്ക് മാടി വിളിക്കുന്ന വലിയ വൃക്ഷങ്ങൾ തലയുയർത്തി നിൽക്കുന്നു. കോടമഞ്ഞ് പതിയെ അവരെ മൂടാൻ മാനത്തിലൂടെ ഒഴുകി നീങ്ങി. ആ നിമിഷം മരങ്ങൾക്കിടയിൽ നിന്ന് ഒരാൾ അവരെ തുറച്ചു നോക്കി നിൽക്കുന്നത് അവർ കണ്ടു. കാർണിഷ് ആ രൂപത്തെ കണ്ട് അമ്പരന്ന് നിന്നു. വീരൻ അറിയാതെ പറഞ്ഞു, അപകടം. മരങ്ങൾക്കിടയിൽ നിന്ന് ആ രൂപം ഉടനെ അപ്രത്യക്ഷമായി. കാർണിഷ് വീണ്ടും അവിടേക്ക് സൂക്ഷിച്ചു നോക്കി. എന്നാൽ അവിടെ ഒന്നും തന്നെ കണ്ടില്ല. തോന്നിയതാകുമെന്ന് കരുതി അയാൾ വേണുവിനോട് കാറിന് എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചു. എന്നാൽ അവരെ കാത്ത് വലിയൊരു അപകടം പതിയിരിപ്പുണ്ടെന്ന് വീരന് മനസ്സിലായി. വേണു കാർ സ്റ്റാർട്ട് ചെയ്യാൻ വീണ്ടും ശ്രമിച്ചു. എന്നാൽ ശ്രമം വിഫലമായി. ചുറ്റും കാടിന്റെ നിഗൂഢതയെ വിളിച്ചുണർത്തുന്ന ഭീതിയുടെ അന്തരീക്ഷം നിറഞ്ഞു നിന്നു. പെട്ടെന്ന് ഒരു ദൃശ്യം കണ്ടത് ജോൺ ആയിരുന്നു. വൃക്ഷത്തിന്റെ മുകളിലത്തെ ചിലയിൽ മുഖം വികൃതമായ ഒരു രൂപമിരിക്കുന്നു. അതിന് മനുഷ്യ ശരീരത്തിന്റെ സാമ്യതയുണ്ടായിരുന്നു. വൃക്ഷത്തിൽ നിന്നും അത് താഴേക്ക് ചാടി വായുവിലൂടെ റോഡിൽ വന്നു നിന്നു. അവരെ തുറച്ചു നോക്കി. അതിനുശേഷം ആ രൂപം മുടന്തി അവരുടെ നേരെ നടന്നെടുത്തു. ജോൺ ഭയന്ന് വിറച്ചു. മറ്റുള്ളവരെ നോക്കി. അവൻ അമ്പരന്ന് പോയിരുന്നു. വേണുവും അബുവും കാർ നന്നാക്കാനുള്ള തിരക്കിലായിരുന്നു. മരത്തിനിടയിൽ എന്തോ കണ്ടത് ചിലപ്പോൾ തോന്നിയതാണെന്ന് കരുതി ഒരു കൂസലമില്ലാതെ കാർണിഷ് എന്തൊക്കെയോ പെറുപെറുത്ത് നിൽക്കുകയാണ്. ഇതെന്ത് മറിമായുമെന്ന് മനസ്സിലാകാതെ ജോൺ ഞെട്ടി നിൽക്കുകയായിരുന്നു. ആരെയും പേടിപ്പെടുത്തുന്ന മുഖമായിരുന്നു അതിന്. കണ്ണുകളില്ല, പകരം 2 ഇരുണ്ട കുഴികൾ. അത് അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. ജോണിനെ ലക്ഷ്യം വച്ചായിരുന്നു അതിൻ്റെ വരവ്. എന്നാൽ പെട്ടെന്ന് ആ രൂപം ഒരു നിമിഷം നിശ്ചലനായി നിന്നു. അതിൻ്റെ നോട്ടം ജോണിന്റെ കഴുത്തിലേക്കായിരുന്നു.
വീരൻ കൊടുത്ത രക്ഷയുള്ളതിനാൽ അതിന് ജോണിൻ്റെ അടുത്തേക്ക് വരാൻ സാധിച്ചില്ല. ജോൺ ഭയന്ന് നിൽക്കുന്നത് വീരൻ ശ്രദ്ധിച്ചു. അവൻ്റെ അടുത്തേക്ക് വന്ന ശേഷം വീരൻ അവനോട് ചോദിച്ചു, എന്ത് പറ്റി നിനക്ക്? എന്നാൽ അവൻ കേട്ട ഭാവം കാണിച്ചില്ല. ശൂന്യമായ റോഡിൽ ഒരു പ്രതിമയെപ്പോലെ നിൽക്കുകയാണ് ജോൺ. ഫ്രാൻസിസ് എവിടെയുണ്ടോ? വീരൻ ചോദിച്ചു. അവൻ വലിയ ഭാവവ്യത്യാസമില്ലാതെ ഒന്ന് മൂളി. നമ്മുടെ അടുത്തുണ്ട് അവൻ? വീരൻ ചോദിച്ചു. അതെ, അയാൾ ഇപ്പോൾ വികൃതമായ മുഖമുള്ള രൂപമായി മാറിയിരിക്കുന്നു. നമ്മുടെ തൊട്ടു മുൻപിൽ അയാൾ നിൽക്കുന്നുണ്ട്, ഇരയെ കടിച്ചു കീറാൻ നിൽക്കുന്ന മൃഗത്തെപ്പോലെ. ജോൺ മറുപടി പറഞ്ഞു. പിന്നെ എന്തുകൊണ്ട് ഞങ്ങൾക്ക് അവനെ കാണുന്നില്ല? എനിക്കറിയില്ല. നിങ്ങൾ എനിക്ക് തന്ന ഈ രക്ഷ ഉള്ളതുകൊണ്ടാകും ഫ്രാൻസിസിന് എൻ്റെ ശരീരത്തിൽ കയറാൻ സാധിക്കാതെ നിൽക്കുന്നത്. അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിൽ കയറി നമ്മുടെ പദ്ധതികൾ മനസ്സിലാക്കാൻ വേണ്ടി വന്നതാകും. കുറേ നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ജോൺ വീരനെ നോക്കി. അത് പോയി, ജോൺ വീരനോട് പറഞ്ഞു. ഉടൻ കാർ സ്റ്റാർട്ടായി. വേണുവും അബുവും കാർണിഷും കാറിൽ കയറി. ഹോ, സമാധാനമായി. വേഗം വീടെത്തണം, ഇപ്പോൾ തന്നെ സമയം വളരെ താമസിച്ചു. അപ്പോഴും കാറിൽ കയറാതെ നിൽക്കുകയായിരുന്നു വീരനും ജോണും. നിങ്ങൾ രണ്ടുപേരും വരുന്നില്ലേ? കാടിൻ്റെ ഭംഗി ആസ്വദിച്ചു കഴിഞ്ഞെങ്കിൽ ഒന്ന് വന്ന് കയറുമോ? വൈകാതെ അവർ രണ്ടുപേരും കാറിൽ കയറി നേരെ വീട്ടിലേക്ക് തിരിച്ചു. കാർണിഷ് വേണുവിൻ്റെ വീട്ടിലാണ് ആ രാത്രി കിടന്നുറങ്ങിയത്. എന്നാൽ വേണുവിൻ്റെ വീട്ടിലുള്ളവർ ഉണരും മുൻപേ വെളുപ്പാങ്കാലത്ത് തന്നെ അവർ അവിടെ നിന്ന് സ്ഥലം വിട്ടിരുന്നു. അവർ 4 പേർക്കും നല്ല രീതിയിൽ ഉറങ്ങണമെന്നുണ്ടായിരുന്നു. എന്നാൽ വേണുവിൻ്റെ അച്ഛനോ അമ്മയോ കാർണിഷിനെ കണ്ടാൽ അവർക്ക് സംശയം തോന്നും. അവരിപ്പോൾ പോകുന്നത് കാർണിഷ് ഫോറസ്റ്റിലേക്കാണ്. വീരൻ അവരോട് നേരത്തെ തന്നെ അവിടെ എത്തണമെന്ന് പറഞ്ഞിരുന്നു. കാർണിഷ് കാറിനുള്ളിൽ കിടന്ന് നല്ല ഉറക്കമായിരുന്നു. അയാൾ ഇപ്പോഴും ആ മുഷിഞ്ഞ വേഷത്തിൽ തന്നെ. കുറച്ചു കഴിഞ്ഞപ്പോൾ അവർ കാട്ടിലെത്തി. വീരൻ അവർക്കായി അവിടെ കാത്തിരിക്കുകയാണ്. അവർ 3 പേരും കാറിൽ നിന്നിറങ്ങി. കാർണിഷ് ഇപ്പോഴും നല്ല ഉറക്കത്തിലാണ്. വേണു അയാൾ തട്ടി വിളിച്ചു. നമ്മൾ സ്ഥലത്തെത്തി. വീണ്ടും കാട്ടിലേക്കാണോ വണ്ടി വന്ന് നിന്നത്? കാറിൽ നിന്ന് തല പുറത്തേക്കിട്ട് അയാൾ എന്തൊക്കെയോ പറഞ്ഞു. അതെ, കാട്ടിൽ തന്നെയാണ്. ഇനി കുറച്ച് ഉള്ളിലേക്ക് നടക്കാനുണ്ട്. വീരൻ നമുക്ക് വേണ്ടി കാത്തിരിക്കാവൂ. നിങ്ങൾ വേഗം ഒന്ന് വരുമോ? അയാൾ അത് കേട്ടതും കാറിൽ നിന്നിറങ്ങി. എന്നിട്ട് കുറെ നടന്ന് ഒടുവിൽ ആ വീടിന്റെ മുൻപിലെത്തി. വീരൻ അവരെ കാത്ത് അവിടെ നിൽപ്പുണ്ടായിരുന്നു. ആ വീട് കണ്ടപ്പോൾ കാർണിഷിന് ഒരു കൗതുകം ഉടലെടുത്തു. ഒരു ഉഗ്രൻ വീട്, എന്താ ഒരു ഭംഗി! ഒരു കലാകാരന് മാത്രമേ ഇതിന് ഇത്രയും ഭംഗി നൽകാൻ സാധിക്കൂ, കാർണിഷ് പറഞ്ഞു. എന്താ ഞങ്ങളോട് പറയാനുള്ളത്? അബു പതിയെ വീരനോട് ചോദിച്ചു. ആ, പ്രശ്നം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനുള്ള പോംവഴി നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇനി അതിനെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തേണ്ടതാണ് നമ്മുടെ കർത്തവ്യം. ഇയാൾ എന്താ ഒരുമാതിരി കവല പ്രസംഗം നടത്തുന്ന പോലെ? അബു പതിയെ ജോണിനോട് ചോദിച്ചു. ജോൺ ഒന്നും തന്നെ മിണ്ടിയില്ല. വീരൻ തുടർന്നു. ഫ്രാൻസിസ് നമ്മളെ പിന്തുടരുന്നുണ്ട്. നമ്മുടെ മാർഗങ്ങൾ അറിയാൻ ജോണിന്റെ ശരീരത്തിൽ കയറി എല്ലാം മനസ്സിലാക്കണമെന്നായിരുന്നു അവന്റെ ശ്രമം. പക്ഷേ ഈ രക്ഷ ഉള്ളതിനാൽ അവനതിന് ഇനി സാധിക്കില്ല. പക്ഷേ ജോൺ, നീ വളരെയധികം സൂക്ഷിക്കണം. ഒരു പക്ഷേ ഈ രക്ഷ നിന്റെ ശരീരത്തിലില്ലെങ്കിൽ അവൻ ഉറപ്പായും നിന്നിൽ പ്രവേശിക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ വേണം മുന്നോട്ട് പോകാൻ. വേണു, അബു, നിങ്ങൾ രണ്ടുപേരും ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ അതുപോലെ ചെയ്യണം. പിന്നെ കാർണിഷ്, വീരൻ പറഞ്ഞു നിർത്തി. അത് കേട്ടതും എല്ലാവരും കാർണിഷിനെ നോക്കി. അവരെ വീണ്ടും ബന്ധിക്കേണ്ട ചിത്രം വരയ്ക്കേണ്ടത് നീയാണ്. നോക്കൂ സുഹൃത്തെ, നിങ്ങളൊരു ചിത്രം വരയ്ക്കണമെന്ന് പറഞ്ഞു. ഞാൻ വന്നു. നിങ്ങൾ അതിനുള്ള കൂലി എനിക്ക് തരുമ്പോൾ ഞാൻ ഇവിടുന്ന് സ്ഥലം കാലിയാക്കും. അത്ര തന്നെ. പിന്നെ നിങ്ങൾ പറഞ്ഞ പ്രേതത്തിന്റെ കഥയിലും മറ്റും എനിക്ക് വിശ്വാസം തീരെയില്ല, കാർണിഷ് പറഞ്ഞു. അപ്പോൾ ഇന്നലെ രാത്രി സംഭവിച്ചത് നിങ്ങൾ കണ്ടതല്ലേ? വീരൻ ചോദിച്ചു. പക്ഷേ ആ കാഴ്ച ജോൺ മാത്രമേ കണ്ടിരുന്നുള്ളൂ എന്ന കാര്യം വീരൻ മറന്നു. എന്ത് സംഭവിച്ചു? ഇന്നലെ കാട്ടിൽ വെച്ച് കാർ കേടായതല്ലേ? പിന്നെ ഞാൻ എന്തോ കണ്ടു. പക്ഷേ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അത് മരത്തിൻ്റെ എന്തോ രൂപമായിരുന്നു. നിങ്ങൾ എന്ത് കണ്ടതിൻ്റെ കാര്യം പറയുന്നേ? വേണു ചോദിച്ചു. ഇന്നലെ രാത്രി കാർ കേടായതും ആ കാട്ടിൽ അകപ്പെട്ടു പോയതിനു പിന്നിൽ ഫ്രാൻസിസ് ആണ്. അത് കേട്ട് അബുവും വേണുവും ഞെട്ടി. വീരൻ തുടർന്നു. അയാൾ അവിടെ ഉണ്ടായിരുന്നു, നമ്മുടെ തൊട്ടടുത്തായി. പക്ഷേ നമുക്ക് അയാളെ കാണാൻ കഴിഞ്ഞില്ല. ജോണായിരുന്നു അവൻ്റെ ലക്ഷ്യം. ഈ രക്ഷ ഉള്ളതുകൊണ്ട് ജോണിനെ അവന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ ഫ്രാൻസിസ് നമ്മുടെ കൂടെ തന്നെ ഉണ്ടല്ലേ? അതെ, അവന് നമ്മുടെ നീക്കങ്ങൾ അറിയണം. കൂടാതെ അവൻ്റെ ലക്ഷ്യം നിറവേറ്റണം. അത് ജോണിനെ. പെട്ടെന്ന് വീരൻ പറഞ്ഞു നിർത്തി. ഇനി സമയമില്ല നമുക്ക്. അവരുടെ കുടുംബചിത്രം ഒന്നുകൂടി വരയ്ക്കണം. ആ പുതിയ ചിത്രത്തിൽ ആ 4 പേരെയും തളച്ച് അഗ്നിക്കിരയാക്കണം. ചിത്രം വരയ്ക്കേണ്ടത് കാർണിഷാണ്. ഞാൻ പൂജകൾ ചെയ്ത് അവരെ ഭൂമിയിൽ നിന്ന് തന്നെ പറഞ്ഞയക്കും. പക്ഷേ എന്തു പറ്റി? വേണു ചോദിച്ചു. അവർ ഇപ്പോൾ അധിവസിക്കുന്ന ആ ചിത്രത്തിൽ നിന്നും പുതിയ ചിത്രത്തിലേക്ക് എങ്ങനെ വന്നു കയറുമെന്ന് എനിക്കൊരു പിടിയുമില്ല. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? ഞാൻ എന്ത് ചിത്രമാണ് വരയ്ക്കേണ്ടതെന്ന് ഒന്ന് പറയോ?
വരച്ച ശേഷം എനിക്കെൻ്റെ കൂലി 1 രൂപ പോലും കുറയാതെ കിട്ടണം. കാർണിഷിന്റെ ഈ മറുപടി ആർക്കും അത്ര സുഖിച്ചില്ല. വീരൻ ഒരു അമർഷത്തോടെ അയാളെ നോക്കി. ഈ ചിത്രം വരയ്ക്കേണ്ടത് നിന്റെ കയ്യിലുള്ള ചായങ്ങൾ കൊണ്ടോ ബ്രഷ് കൊണ്ടോ അല്ല. അതിനുള്ള സാമഗ്രികൾ ഈ വീടിനുള്ളിലുണ്ട്. ഞാൻ ഈ വീട് നിങ്ങൾക്ക് എല്ലാവർക്കുമായി തുറന്നു തരുന്നു. അത് കേട്ട് എല്ലാവർക്കും അത്ഭുതമായി, കുറച്ച് കൗതുകവും. എന്താണ് ഇതിനുള്ളിലെന്ന് അറിയാൻ. എന്നാൽ ജോൺ ഒരിക്കൽ ഇതിനുള്ളിൽ കയറിയതുകൊണ്ട് അവൻ അത്ര ഉത്സാഹം കാണിച്ചില്ല. വീരൻ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. പിറകെ അവർ 4 പേരും. പ്രധാന ഹാൾ മുഴുവൻ പൊടി പിടിച്ച് കിടക്കുകയായിരുന്നു. അതിൻ്റെ ഒത്ത നടുക്കായി ഒരു ഹോമകുണ്ഡം. വീരൻ വീണ്ടും അകത്തേക്ക് നടന്നു. അയാളെ അവർ പിന്തുടർന്നു. ഒരു മുറിയുടെ വാതിൽ പൂട്ട് തല്ലി പൊട്ടിച്ചിരിക്കുന്നു. അയാൾ അതിലേക്ക് നോക്കിയ ശേഷം ജോണിനെ ഒന്ന് നോക്കി. അപ്പോൾ ഈ മുറി കുത്തി തുറന്നാണ് നീ ആ ചിത്രമെടുത്തത് അല്ലേടാ? അബു പതിയെ ജോണിനോട് ചോദിച്ചു. വീരൻ ആ മുറിയുടെ വാതിൽ തള്ളി തുറന്നു. ആ കാഴ്ച കണ്ട് എല്ലാവരും ഞെട്ടിത്തെറിച്ചു നിന്നു. ആ മുറിയിൽ നിറയെ ചിത്രങ്ങൾ, അതും കാണാൻ അതിമനോഹരമായവ. എല്ലാവരും കുറെ നേരം കണ്ണ് മഞ്ഞളിച്ചു നിന്നു. ഇനി ഈ ചിത്രത്തിലൊക്കെ ഓരോ ആത്മാക്കൾ കാണില്ലേ? അബു ഭയത്തോട് ചോദിച്ചു. പേടിക്കണ്ട അബു, ഇത് അദ്ദേഹം വെറുതെ ഇരുന്ന സമയങ്ങളിൽ വരച്ച ചിത്രങ്ങളാണ്. ഈ മുറിയിലെ ചിത്രങ്ങളിൽ ആരെയും ബന്ധിച്ചിട്ടില്ല. പക്ഷേ അന്നത്തെ സംഭവത്തിനു ശേഷം ആ കുടുംബചിത്രം ഇതിനുള്ളിൽ കൊണ്ട് പൂട്ടിവെക്കുകയായിരുന്നു. പക്ഷേ ജോൺ അത് പുറത്തെടുത്തു. ആ മുറിയുടെ നടുക്കായി ഒരു ചിത്രം കാണാനില്ല. അവിടെയാണ് ആ കുടുംബചിത്രം ഇരുന്നിരുന്നത്. എടാ, ഇവിടെ എന്തുമാത്രം ചിത്രങ്ങൾ ഇരിക്കുന്നു. ഇതിൽ ഏതെങ്കിലും ഒരു ചിത്രം നിനക്ക് എടുത്ത പോരായിരുന്നോ? തെറ്റാതെ ആ കുഴപ്പം പിടിച്ച ഫോട്ടോ തന്നെ എടുത്ത് എൻ്റെ വീട്ടിൽ തന്നല്ലോ. മതി, ഇനി അതിനെക്കുറിച്ച് സംസാരിക്കണ്ട. അതിനുശേഷം വീരൻ നടന്ന് ചിത്രം വരയ്ക്കുന്ന സ്റ്റാൻഡിന്റെ അടുത്തെത്തി. അവിടെ ഒരു വർണ്ണശബളമായ കുഞ്ഞു പെട്ടിയിരുന്നു. വീരൻ അത് പതിയെ തുറന്നു. അതിലൊരു ഡ്രോയിങ് ബ്രഷ് ഉണ്ടായിരുന്നു, പഴയ കാലത്തെ സാധനം, കൂടെ ചില വരയ്ക്കുന്ന സാമഗ്രികളും. വീരൻ കാർണിഷിനെ അടുത്തേക്ക് വിളിച്ചു. ഞാൻ പറഞ്ഞ ചിത്രം ഈ ബ്രഷ് കൊണ്ടാണ് നീ വരയ്ക്കേണ്ടത്. വരച്ച ശേഷം നിനക്കിവിടെ നിന്ന് പോകാം. അത് കേട്ട് കാർണിഷ് വീരനെ തുറച്ചു നോക്കിക്കൊണ്ടിരുന്നു. അതിനുശേഷം ചുറ്റും ആ ചിത്രങ്ങളിലൂടെ ഒന്ന് കണ്ണോടിച്ചു. പിന്നെ മുറിയിൽ നിന്ന് പുറത്തേക്ക് നോക്കി. കുറെ നേരം ഒന്നും മിണ്ടാതെ നിന്ന കാർണിഷിനോട് വീരൻ ചോദിച്ചു, നീ എന്താ ഒന്നും മിണ്ടാത്തെ? ഞാൻ ആ ചിത്രം വരയ്ക്കില്ല. അത് കേട്ട് എല്ലാവരും അമ്പരന്നു. പറഞ്ഞു കേട്ടത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമായ ചിത്രം വരയ്ക്കാൻ ഈ ഭൂമിയിൽ ഞാൻ മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാൻ അത് ചെയ്യണമെങ്കിൽ എനിക്കൊരാവശ്യം നിങ്ങൾ സാധിച്ചു തരണം. കാർണിഷ് പതിയെ ചിരിക്കാൻ തുടങ്ങി. കാർണിഷിന്റെ പൈശാചികമായ ചിരിയിൽ അവരെല്ലാവരും അമ്പരന്ന് നിന്നു. എന്താണ് നിന്റെ ആവശ്യം? വീരൻ അല്പം ദേഷ്യത്തോടെ അവനോട് ചോദിച്ചു. അത് വളരെ ചെറിയൊരു ആവശ്യമാണ്. ഇനി ബാക്കിയുള്ള കാലം സുഖമായി ജീവിക്കാനുള്ള പണം എനിക്ക് വേണം. കാർണിഷ് ഇത് തന്നെയാകും പറയാൻ പോകുന്നതെന്ന് വീരന് നേരത്തെ തോന്നിയിരുന്നു. പക്ഷെ നിനക്ക് തരാൻ ഞങ്ങളുടെ കയ്യിൽ ഒന്നും തന്നെയില്ല. ഈ കുട്ടികളുടെ കയ്യിലും ഒന്നും കാണില്ല. പിന്നെ ഞാൻ ഈ വീടിന് കാവൽ നിന്നതല്ലാതെ ഒന്നും തന്നെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടില്ല. ദയവ് ചെയ്ത് നീ അത് മനസ്സിലാക്കണം. ഒരു അപേക്ഷയുടെ സ്വരത്തിലായിരുന്നു വീരൻ അവനോട് പറഞ്ഞത്. എന്നാൽ കാർണിഷിന്റെ മുഖത്ത് ഒരു ഭാവവ്യത്യാസവും വന്നില്ല. കാർണിഷ് ആ വീടിന്റെ പ്രധാന ഹാളിൽ കൂടി ഒന്ന് നടന്നു. ചുവരുകളിൽ കൂടി കൈകൊണ്ട് തലോടി. അതിനോടൊപ്പം ചുറ്റും വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അവൻ ഒരു നിമിഷം പെട്ടെന്ന് നിന്നു. വീരനെ തിരിഞ്ഞു നോക്കി. നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ കാര്യം, എത്രയും നാൾ ഈ വീടിന്റെ കാവൽക്കാരനായി നിന്നു, അതെന്തിനു വേണ്ടിയാ? അപ്പോൾ ഈ വീട്ടിൽ വലിയൊരു നിധി ഒളിഞ്ഞിരിപ്പുണ്ട്. അതിലൊരെണ്ണം മാത്രമാണ് ഈ പിള്ളേരുടെ വീട്ടിൽ ഇപ്പോൾ ഉള്ളത്. ബാക്കിയൊക്കെ ഇവിടെ തന്നെയുണ്ട്. വീരന് അത് കേട്ടപ്പോൾ ദേഷ്യം കൊണ്ട് മുഖം ചുവന്നു. അതെ, എനിക്ക് വേണ്ടത് ഈ വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്ന ചിത്രങ്ങളാണ്. ആ മുറിയിൽ നമ്മൾ കണ്ട എല്ലാ ചിത്രവും എനിക്ക് വേണം. ഒരുപാട് പഴക്കമുള്ള ആ ചിത്രങ്ങളുടെ ശരിക്കുള്ള വില നിങ്ങൾക്ക് ആർക്കും അറിയില്ല. ഇതിന്റെ ഒരുപാട് ഏജന്റിനെ എനിക്കറിയാം. ഈ ചിത്രങ്ങൾക്കൊക്കെ വിദേശ നാടുകളിൽ ഒരുപാട് ആവശ്യക്കാരുണ്ട്. എൻ്റെ ആവശ്യം ഇതാണ്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പറയുന്ന പോലത്തെ ആ ചിത്രം ഞാൻ വരച്ചു തരാം. പക്ഷേ പകരം ഇവിടെയുള്ള എല്ലാ ചിത്രങ്ങളും എനിക്ക് വേണം. കാർണിഷിന്റെ കണ്ണിൽ പണത്തിനോടുള്ള അത്യാഗ്രഹം നിറഞ്ഞു നിന്നു. മോനെ, നീ ഒരിക്കലും ഇത് ചെയ്യരുത്. ഇത് നിന്റെ കുടുംബത്തിന്റെ അവശേഷിക്കുന്ന ഏക സമ്പത്താണ്. ഈ ചിത്രങ്ങളൊക്കെ മഹാനായ കാർണിഷ് എന്ന കലാകാരൻ വരച്ചതാണെന്ന് ലോകം അറിയണം. ഈ വീട് അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന മ്യൂസിയമായി മാറണം. അത് നടക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീടിന് കാവൽ നിന്നത്. വീരൻ അപേക്ഷിച്ചു. എന്റെ കുടുംബം, ജനിച്ചതു മുതൽ ഞാൻ എന്നും ദരിദ്രനായാണ് ജീവിച്ചത്. ഈ കുടുംബത്തിൽ നിന്നും എനിക്ക് ഒരു ഉപകാരവും കിട്ടിയിട്ടില്ല. ഒരു സുഖവും സന്തോഷവും ഞാൻ അറിഞ്ഞിട്ടുമില്ല. ഇതിപ്പോൾ ദൈവമായി കൊണ്ടുവന്ന ഒരു അവസരമാണ്. നിങ്ങൾക്ക് വേണ്ടി ആ ചിത്രം ഞാൻ വരയ്ക്കണമെങ്കിൽ ഞാൻ പറഞ്ഞതിനോട് നിങ്ങൾ സമ്മതിക്കണം. അത് പറഞ്ഞ് കാർണിഷ് വീടിന്റെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. വേണുവും ജോണും അബുവും എന്ത് ചെയ്യണമെന്നറിയാതെ വീരനെ നോക്കി നിൽക്കുകയായിരുന്നു. അവർ 3 പേരും വീരന്റെ അടുത്തേക്ക് വന്നു. അയാൾ പറയുന്ന പോലെ സമ്മതിക്കുന്നതല്ലേ നല്ലത്? വേണു ചോദിച്ചു.
വീരൻ ദേഷ്യത്തിൽ അവിടെ ഇരുന്ന് ഒരു ചില്ലുപാത്രം താഴേക്ക് വലിച്ചെറിഞ്ഞു. വീരൻ ദേഷ്യത്തിൽ അലറി വിളിച്ചു. അവർ മൂന്നുപേരും ഞെട്ടിത്തെറിച്ചു പോയി.